പരേഡും ഫയറിംഗ് ട്രെയിനിങ്ങും ക്യാമ്പും മാത്രമല്ല, NCC കേഡറ്റുകൾ ഇനി ഡ്രോണും പറത്തും. സാവധാനം നിൽക്കുന്ന സൂക്ഷ്മതയോടെ കേഡറ്റ് ഡ്രോൺ ആകാശത്തേക്ക് ഉയർത്തി ആകാശ കാഴ്ചകൾ പകർത്തി വിശ്രാം പറഞ്ഞ് താഴേക്ക്. NCC കേഡറ്റുകൾക്ക് ഇത് പുത്തൻ പാഠം. This is GPS and GPS antenna. We will use this GPS for the flying while doing on the ground. സൈനിക, കാർഷിക, വ്യാവസായിക മേഖലയിലടക്കം എല്ലായിടത്തും ഇന്ന് ഡ്രോണിൻ്റെ സാന്നിധ്യമുണ്ട്. അതായത് 4 ആൾ കൂടുന്നിടത്തെല്ലാം ഡ്രോണെത്തും. ഡ്രോണിൻ്റെ ഈ ഗുണങ്ങൾ എന്തുകൊണ്ട് കേഡറ്റുകൾക്ക് പകർന്നു നൽകൂടാ എന്ന ഓഫീസർമാരുടെ ചിന്തയിൽ നിന്നാണ് പുത്തൻ പദ്ധതി ഉടലെടുത്തത്. The NCC selected as one of the technology in that path is drone. Why? Because drone is extensively used in the many areas of agriculture, then surveillance, and also the disaster management, where the NCC cadets can also be taking part when the need comes. ഗ്രൂപ്പിലെ എല്ലാ കേഡറ്റുമാർക്കും പരിശീലനം നൽകാനാണ് തീരുമാനം. Once these cadets are trained, they will not be only useful to the army as such for defense purposes, but also their employment and usability for different national causes will be very good. പുതിയ പാഠങ്ങൾ കേഡറ്റുകൾക്കും നവ്യാനുഭവം. ഡ്രോണിന് പറത്തുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് തിയറി നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഡ്രോൺ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഡ്രോണിന് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, അതെങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാം, അതെങ്ങനെയൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും, ഇതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൊല്ലം കൊട്ടറ SM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കൊല്ലത്ത് നിന്നും കണ്ണൻ നായരാണ് നമ്മുടെ ഉള്ളത്. ഞാനൊരു NCC കേഡറ്റ് ആയിരുന്നു. അന്ന് നമ്മൾ ഈ പരേഡ്, അതേപോലെ ഫയറിങ്, റൈഫിളിന്റെ പാർട്സുകൾ, മാപ്പിന്റെ ഓരോ പഠനം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നിലേക്ക് പോകുന്നു, എക്സാം എഴുതുന്നു, ഇറങ്ങുന്നു. പക്ഷേ നല്ല അനുഭവമായിരുന്നു. നമ്മളൊക്കെ നിന്ന കാലത്തിൽ നിന്ന് ഒരുപാട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾ ഓരോരുത്തരും ഈ രീതിയിൽ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ച് ഓരോ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ പഠിച്ചു വരിക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിനിപ്പോൾ NCC കേഡറ്റുകളാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. നല്ലൊരു കാര്യം തന്നെയാണല്ലേ, ഓരോ ഫീൽഡിലേക്കും ഇങ്ങനെ വരണം. പൂജയും ഒരു പഴയ NCC കേഡറ്റാണെന്ന് എനിക്കറിയാം. പൂജ നാഷണൽ ക്യാമ്പിലൊക്കെ പോയിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. ഞാനും പഴയൊരു NCC കേഡറ്റാണ്. 8 കേരള ബറ്റാലിയൻ ആയിരുന്നു. 8 കേരള ബറ്റാലിയനും 11 കേരള ബറ്റാലിയനും അടങ്ങുന്ന കൊല്ലം ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി കുട്ടികൾക്ക് ഒരു പുതിയ അറിവ് പകർന്നു നൽകുക. സാധാരണ നമ്മളൊക്കെ ക്യാമ്പിൽ പോകുന്ന സമയത്ത് വെളുപ്പിനുള്ള പരേഡ്, അല്ലെങ്കിൽ ഫയറിംഗ് ക്യാമ്പ്, മറ്റേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ഉണ്ടാവുക, അല്ലെങ്കിൽ വൈകുന്നേരത്തെ കലാപരിപാടികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ഉണ്ടാവുക. അത് മാത്രമല്ല, ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഡ്രോൺ കാണാം. നമ്മൾ ഏത് നാലാൾ കൂടുന്നിടത്തും ഡ്രോൺ ഉയർത്തിയുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ എടുക്കുന്നു. അത് മാത്രമല്ല, പലപ്പോഴും കാർഷിക മേഖലയിൽ നമ്മൾ കുട്ടനാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ. കുട്ടനാട്ടിലും കാസർഗോഡും പല സ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലൊക്കെ തന്നെ കണ്ട് അത് വിജയിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ഡ്രോണിൻ്റെ ഉപയോഗം വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് സൈനിക മേഖലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ NCC ഗ്രൂപ്പുകളിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ, പരിശീലനങ്ങൾ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊട്ടറ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. കൊല്ലം ഗ്രൂപ്പിൻ്റെ കമാൻഡറായിട്ടുള്ള ബ്രിഗേഡിയർ G സുരേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആദ്യം അവർക്ക് ചെറിയ രീതിയിൽ ഈ ഹെലി ക്യാമ്പ് എങ്ങനെയാണ് പറത്തുന്നത് സംബന്ധിച്ച് കാണിച്ചു കൊടുത്തു. പക്ഷേ അത് പറത്തുന്നതിന് മുമ്പ് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ ഉണ്ട്. ആ സാങ്കേതിക വശങ്ങളൊക്കെ തന്നെ അവരെ പഠിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഓരോ ആൾക്കാർക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, ഒരു ലൈസൻസ് ഉള്ള ആൾക്ക് മാത്രമേ ഈ ഹെലി ക്യാമ്പ് പറത്താൻ ഉള്ള അനുമതിയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരെ ആദ്യം പഠിപ്പിക്കുന്നു. അതിനുശേഷം അവരെ പടിപടിയായി ഈ ഹെലിക്യാം എങ്ങനെയാണ് പറത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കേണ്ടതൊക്കെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കൊല്ലം ഗ്രൂപ്പിലെ എല്ലാ കേഡറ്റുകളെയും ഇത്തരത്തിലുള്ള ഒരു ഹെലിക്യാം അല്ലെങ്കിൽ ഡ്രോൺ പറത്താൻ വേണ്ടിയുള്ള ഒരു പരിശീലനം നൽകുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാര്യം നമ്മളൊക്കെ ഒരു പരേഡ് ചെയ്ത, വിയർത്ത് കുളിച്ച് പരേഡ് ചെയ്ത ആ ബറ്റാലിയനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രവൃത്തി വരുന്നു. ഇത് രാജ്യവ്യാപകമായുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പഴയകാല NCC ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് തന്നെ വലിയ ഹാപ്പിയാണ്. തീർച്ചയായും. കാരണം എന്തായാലും ഓരോ NCC ക്യാമ്പ് എന്നൊക്കെ പറയുന്നത് അത് ജീവിതത്തിൽ നമുക്കൊക്കെ മറക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്നെ സംബന്ധിച്ചും അത് തന്നെയാണ്. ഓരോ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ ഓരോ അറിവുകളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ചും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നല്ല കാര്യം തന്നെയാണ്. ശരി കണ്ണൻ.